എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് ടാരോട്ട് റീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും ഡിവൈൻ്റെ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിക്ലെമർ പറയാണ്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ടല്ലേ, പെൻഡക്കിളാണ് വന്നിരിക്കുന്നത് അല്ലേ, ബോട്ടം. അപ്പോൾ നമുക്ക് 7 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ നോക്കൂ, ഒരാൾ നിൽക്കുന്നത് അല്ലേ, എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുറമേ കാണുമ്പം നിങ്ങൾക്കൊരു എന്താണ്, ഭയങ്കര സ്ലോ ആയിട്ടാണല്ലോ, അല്ലെങ്കിൽ നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് വരാത്തത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനുള്ള എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഉള്ള റിസൾട്ട് വരുന്നുണ്ട്. അത് വലിയൊരു അബണ്ടൻസാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു പുറമേക്കൊന്നും കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റങ്ങളായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ വരേണ്ട സമയത്ത് ആ ഒരു മാറ്റം കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 9 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അറിയാലോ, നിങ്ങൾ സാമ്പത്തികപരമായിട്ടും ഉള്ള ഒരു ഉയർച്ചയാണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അപ്പം അതിന് തൊട്ട് താഴെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു ജോലിയായിരിക്കാം. എന്തായാണെങ്കിലും ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പേജ് ഓഫ് കപ്പും ഒക്കെ കാണിക്കുന്നത്. അപ്പം അത് കുറച്ചൊരു താമസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 8 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു അന്ധതയിലാകപ്പെട്ട ഒരവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യമായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ മാറും എന്നുള്ള കാര്യമാണ്. അതൊക്കെ മാറാനുള്ള ഒരു സാവകാശം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എന്തൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി കുറച്ചൊരു ക്ഷമയോടുകൂടി നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണോ, നിങ്ങളുടെ കർമ്മം അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളോട് എല്ലാവരും പറയാനുള്ളത് അല്ലേ. നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെല്ലാ ഒരു ഘട്ടത്തിൽ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു വിഷമത്തിൽ അകപ്പെട്ടിരിക്കും. അപ്പം നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു തടസ്സം ഉണ്ടാവും. പക്ഷേ അതൊരു താൽക്കാലികമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം പരമാവധി ചെയ്യുന്നുണ്ടാവാം, ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് മെല്ലെ ആയിരിക്കാം വരുന്നത്. പക്ഷേ അത് വെച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പോലെ ആവുകയോ ചെയ്യരുത്. അപ്പോൾ അതാണ് ഇവിടെ വാൺസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബലം കിട്ടുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും, പക്ഷേ അത് പതുക്കെ ആയാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വലിയൊരു അബണ്ടൻസ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതൊരു വിജയ ആഘോഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു ആഘോഷത്തോടു കൂടി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അബണ്ടൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു അബണ്ടൻസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്.
അപ്പോൾ സ്റ്റേ പോസിറ്റീവ്. എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക. സമാധാനത്തോടു കൂടി ഓരോ ദിവസവും കടന്നു പോകട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും ഞാൻ പറയുന്നത് പോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാതിരിക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിന് എന്താണ് പറയാനുള്ളത് അത് കേൾക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അതിനുള്ള ഫലങ്ങൾ എന്തൊക്കെയായാലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും റെസണേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ഒരു റീഡിങ് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം. ബൈ.